ഇന്ന് ഞാനിവിടെ എത്തിയിട്ടുള്ളത് ഒരു പുത്തൻ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കറാച്ചി ചിക്കൻ, അതിന്റെ ചേരുവകളും അത് ഉണ്ടാക്കുന്നതും നിങ്ങളുടെ മുമ്പിൽ നമ്മൾ ഈ വീഡിയോയിൽ വരാൻ തന്നെ കാരണം, നമ്മൾ ഒരുപാട് കാലം ഗൾഫിൽ നിന്നപ്പോൾ ഒരു പാകിസ്ഥാൻ ഉണ്ടായിരുന്നു എൻ്റെ മുമ്പിൽ. അപ്പൊ അയാൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഇത് ഉണ്ടാക്കാറുണ്ട്. ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഇത് ഉണ്ടാക്കുമ്പോൾ അത് എല്ലാവരും ടേസ്റ്റ് ചെയ്ത് ഭയങ്കര ഫേനാണ്. അപ്പൊ അതിന്റെ ഒരു കോപ്പിയാണ് നമ്മൾ അടിച്ചത്. അതിനേക്കാൾ ചിലപ്പോൾ ടേസ്റ്റ് കൂടുതലല്ലാതെ കുറേ. ചിക്കൻ ആവശ്യമായിട്ടുള്ളത് 1 കിലോന് ചിക്കൻ ആട്ടോ. 1 കിലോ ചിക്കന് അത് ഏകദേശം ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പീസ്, ചെറിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ നമ്മളെ കറാച്ചി ചിക്കൻ ആവശ്യമായിട്ടുള്ളത് 1/2 ലിറ്റർ ഓയിൽ നമ്മളെ ഫ്രൈ പാനിലേക്ക് ഒഴിക്കാൻ പോകട്ടോ. ഒഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, കണ്ടില്ലേ? കോഴി ഇടാൻ പോട്ടെ. ആ നുറുക്കി വെച്ച കോഴി ഇടാൻ പോവാണ്. അയ്യവാ, അവിടെ നിൽക്കട്ടെ. അപ്പൊ നമ്മള് നുറുക്കാത്ത തക്കാളി അങ്ങനെ ഇടാൻ പോട്ടാ. ഒന്നായിട്ട് ഇടാൻ പോകണേ, നുറുക്കിയിട്ടൊന്നുമില്ല, കഷ്ണം വെട്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല, അങ്ങനെ തന്നെ ഇടാൻ പോകണേ. നമ്മളെ കറാച്ചി ചിക്കൻ ആവശ്യമായിട്ടുള്ള തക്കാളി 1/2 കിലോ തക്കാളിയാണ് കേട്ടോ. 1/2 കിലോ തക്കാളി. ഞാൻ അതിലേക്ക് ആവശ്യമായിട്ടുള്ള 1 ടീസ്പൂൺ ഉപ്പ്. 1 ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ ഒരു 25 ഗ്രാമോളം ഉണ്ടാവും കേട്ടോ. അപ്പൊ നന്നായിട്ട് അടച്ചു വെക്കുന്നുണ്ട്. അത് മതി. അടച്ചു വെച്ച മൂടി തുറക്കാൻ പോട്ടോ. അയ്യവാ, അപ്പൊ നമ്മളെ കോഴിയും തക്കാളിയൊക്കെ അസലായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പോണെന്നറിയോ, ഈ തക്കാളി, വെന്ത തക്കാളി ഈ ഓയില് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. 1 സ്പൂൺ ഇഞ്ചിയും വെള്ളുള്ളിയും പേസ്റ്റ് ഇടുന്നുണ്ട് കേട്ടോ. ഒരു 7 ഏലക്ക ഒന്ന് ചതച്ചതാട്ടോ. ഒരു 7 പച്ചമുളക് ചെറുതാക്കി കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ 7 പച്ചമുളക് അരിഞ്ഞത് നമ്മൾ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഇത്തിരി കൂടെ ഉപ്പ് ഇടുന്നുണ്ട് കേട്ടോ. ആദ്യം ഇട്ടിട്ടുണ്ട്, കുറച്ചും കൂടെ പോരാന്ന് തോന്നി അപ്പൊ കുറച്ചും കൂടി ഇടുന്നു. കുറച്ച് കുരുമുളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ. കുരുമുളക് പൊടിയാട്ടോ, പൊടിച്ചതാണ്. അപ്പൊ നമ്മള് നല്ല തക്കാളി നല്ല വെന്തിട്ട് ഇങ്ങോട്ട് ഇതായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളെ ചട്ടം കൊണ്ട് നന്നായിട്ട് പൊട്ടിക്കാണ്. നന്നായിട്ടാണ് പൊട്ടിച്ചിട്ട് പരിപാടി. കറാച്ചി ചിക്കൻ തയ്യാറായിട്ടുണ്ട്. അപ്പൊ തക്കാളിയൊക്കെ നല്ല ഉടച്ചതിന്റെ ശേഷം നമ്മളൊരു 10 മിനിറ്റും കൂടെ നമ്മളൊന്ന് മൂടി വെക്കട്ടോ. ഓക്കെ, കറാച്ചി ചിക്കൻ റെഡിയാണ്. അപ്പൊ ഞാൻ ഈ ടോപ്പ് തുറക്കാൻ പോകട്ടോ. ആഹാ, എന്താ ഉഷാറ്. അപ്പൊ ടോപ്പ് തുറന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന കുറച്ച് മല്ലിച്ചപ്പ് ഇതിന്റെ മേലെ ബദറാൻ പോകട്ടോ. ശ്രദ്ധിക്കുക. അതേപോലെ നിങ്ങളിപ്പോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയണത്. ഇത് നിങ്ങൾ നുറുക്കി വെച്ച മല്ലിച്ചപ്പ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ശ്രദ്ധിക്കുക എല്ലാവരും. അത് റെഡി. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. കുഴപ്പമില്ല, ഉഷാറായിട്ടില്ല പരിപാടി. അപ്പൊ ഞാൻ ഉണ്ടാക്കിയ കറാച്ചി ചിക്കൻ അപ്സര കഴിച്ചു നോക്കാം, എങ്ങനെ ഉണ്ട് നോക്ക്. കറാച്ചി ചിക്കൻ ഒരു സ്പെഷ്യൽ സംഭവമാണ്. കാരണം വെച്ചാല് നമ്മൾ ഈ വീഡിയോയിൽ വരാൻ തന്നെ കാരണം, നമ്മൾ ഒരുപാട് കാലം ഗൾഫിൽ നിന്നപ്പോ ഒരു പാകിസ്ഥാൻ ഉണ്ടായിരുന്നു എന്റെ മുമ്പിൽ. അപ്പൊ അയാൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഇത് ഉണ്ടാക്കാറുണ്ട്. ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഇത് ഉണ്ടാക്കുമ്പോ അത് എല്ലാവരും ടേസ്റ്റ് ചെയ്ത് ഭയങ്കര ഫേനാണ്. അപ്പൊ അതിന്റെ ഒരു കോപ്പിയാണ് നമ്മൾ അടിച്ചത്. അതിനേക്കാൾ ചിലപ്പോൾ ടേസ്റ്റ് കൂടുതലല്ലാതെ കുറയാൻ ഒരു വഴിയില്ല. ഒന്ന് കഴിച്ചു നോക്കാം, എങ്ങനെ ഉണ്ട്. എന്തായാലും ഒന്ന് കഴിച്ചു നോക്കാം. കറാച്ചി ചിക്കൻ യൂസ്പാക്ക ഇടയിൽ കറാച്ചി ചിക്കൻ ആണ്.
നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ റൊട്ടി, ചപ്പാത്തി ഇല്ലേ, പാകിസ്ഥാൻകാരൊക്കെ റൊട്ടിയാണ് കഴിക്കല്, ചപ്പാത്തി റൊട്ടി. അപ്പോൾ അത് നമ്മളൊരു ചിക്കൻ്റെ പീസ് എടുത്തിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് അടിപൊളിയല്ലേ? സൂപ്പറാണ്. കമന്റ് കിട്ടിയാൽ മതി, സൂപ്പർ എന്നുള്ള കമന്റ് മാത്രം കിട്ടിയാൽ മതി. അപ്പൊ നിങ്ങളും സൂപ്പർ ആക്കണം.